ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ ഹോം അപ്ലയൻസസ് ബിസിനസ്സിലെ ഒരു അതികായനായിട്ടുള്ള എൽ ജി ഇലക്ട്രോണിക്സ് സൗത്ത് കൊറിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരുടെ ഇന്ത്യൻ സബ്സിഡറി ആയിട്ടുള്ള LG അവരുടെ IPO വരികയാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് ഇവർ ഈ ഒരു ഹോം അപ്ലയൻസസ് സെഗ്മെൻറ്റ് ലീഡറായിട്ട് തുടരുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ IPO വന്നിട്ടുണ്ട്. ഈ IPO റിവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. സോ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണും എന്ന് പ്രതീക്ഷിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഒരു ടാറ്റ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട IPO വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതും കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. അതിനുശേഷം നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. സോ LG ഇലക്ട്രോണിക്സിൻ്റെത് 11,607 കോടി രൂപയുടെ IPO ആണ് വന്നിരിക്കുന്നത്. ഇതിൽ കംപ്ലീറ്റ് ആയിട്ടും ഓഫർ ഫോർ സെയിലാണ്. അതായത് ഇപ്പോഴത്തുള്ള പ്രൊമോട്ടേഴ്സ് 100% ഓഹരിയാണ് ഇപ്പോൾ ആ കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നത്. അവരത് 85% കുറക്കും. അതായത് 15% ഓഹരികൾ അവർ വിറ്റഴിക്കുന്നു എന്നുള്ളതാണ്. 1080-നും 1140-നും ഇടയിലാണ് ഇതിൻ്റെ പ്രൈസിങ് നടന്നിരിക്കുന്നത്. മൊത്തം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 77,380 കോടി രൂപയാണ് LG ഇലക്ട്രോണിക്സിനുള്ളത്. സോ അതിൽ 15%മാണ് വിറ്റഴിക്കുന്നത്. IPO 7th October 2025 ആരംഭിച്ച് 9th October 2025 വരെയാണത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് അപ്ലൈ ചെയ്യാനുള്ള സമയം. സോ അത് കഴിഞ്ഞ് 14th October ഇതിൻ്റെ ലിസ്റ്റിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ വലിയൊരു IPO ആണ്. ഈ ഒരാഴ്ച മാത്രം ടാറ്റ ക്യാപിറ്റലും അതുപോലെ തന്നെ LG ഇലക്ട്രോണിക്സുമായിട്ട് ഏകദേശം 30,000-അടുപ്പിച്ച് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും പ്രൈമറി മാർക്കറ്റിൽ നിന്നും വരുന്നുണ്ട്. സോ കമ്പനിയെക്കുറിച്ച് ആദ്യമായിട്ട് പറയുമ്പോൾ LG ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ 13 വർഷമായിട്ട് ഹോം അപ്ലയൻസസ് രംഗത്ത് തുടരുന്ന ഒരു കമ്പനിയാണ്. ഒരു ലീഡിംഗ് ഹോം അപ്ലയൻസ് കമ്പനി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇവരുടെ പ്രൊഡക്റ്റിലെ പ്രധാനമായിട്ടും റെഫ്രിജറേറ്റേഴ്സ്, അതുപോലെ തന്നെ എയർ കണ്ടീഷൻ, വാഷിംഗ് മെഷീൻ, ടെലിവിഷൻ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ പല ആൾക്കാരും ഉപയോഗിക്കുന്ന ബ്രാൻഡ് കൂടിയായിരിക്കും. സോ കഴിഞ്ഞ വർഷത്തെ റവന്യൂ സെഗ്മെൻറ്റേഷൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവർക്ക് വിറ്റിരിക്കുന്നത് റെഫ്രിജറേറ്റേഴ്സ് ആണ്. 24,300 കോടി രൂപയുടെ സെയിൽസാണ് കമ്പനി കഴിഞ്ഞ വർഷം നടത്തിയത് 2025. അതിൽ 27% റെഫ്രിജറേറ്റർ സെയിൽസ് ആണ്. അതുപോലെ 22% രണ്ടാമത്തെ കാറ്റഗറി നോക്കുന്ന സമയത്ത് എയർ കണ്ടീഷൻ ബിസിനസ്സാണ് അവർക്ക്. മൂന്നാമത്തത് ടെലിവിഷൻ വാഷിംഗ് മെഷീൻസ് ആണ്. വാഷിംഗ് മെഷീൻസ് ആണ് ഇവരുടെ മൊത്തം റവന്യൂയുടെ 21% വന്നിരിക്കുന്നത്. പിന്നെ ടെലിവിഷനാണ് 20%. പിന്നെ ബാക്കിയുള്ള മൈക്രോവേവ്, അതുപോലെ തന്നെ സൗണ്ട് ബാർ, ഇതൊക്കെ കൂടിയിട്ടാണ് ബാക്കി സെയിൽസ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. കമ്പനി 30% മാർക്കറ്റ് ഷെയറാണ് റെഫ്രിജറേറ്റർ രംഗത്ത് കൈയാളുന്നത്. അതായത് 21% മാർക്കറ്റ് ഷെയർ ഇൻവെർട്ടർ രംഗത്തും LGക്കുണ്ട്. AC ഇൻവെർട്ടർ. അതുപോലെ തന്നെ AC രംഗത്ത് 34%, മീൻസ് ഇൻവെർട്ടർ രംഗത്ത് 21% മാർക്കറ്റ് ഷെയർ, ACയുടെ മാർക്കറ്റ് ഷെയർ 34% വരുന്നുണ്ട്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിന് 28% മാർക്കറ്റ് ഷെയറിൽ ഇന്ത്യയിലുണ്ട്. അതായത് പ്രത്യേകിച്ചും പാനൽ TV ഇൻ ഇന്ത്യ എന്ന് പറയാം നമുക്ക്. അപ്പോൾ കമ്പനിയുടെ സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ്. 777 LG ബ്രാൻഡഡ് ഷോപ്സ് മാത്രമായിട്ട് ഇവർക്ക് എക്സ്ക്ലൂസീവ് ഉണ്ട്. അതിന് പുറമെ 35,600ഓളം ബിസിനസ് ടു കസ്റ്റമർ ടച്ച് പോയിന്റ്സ് ഇവർക്കുണ്ട്. 1.9%, അതായത് മൊത്തം സെയിൽസിൻ്റെ 1.9% ഇവർക്ക് റോയൽറ്റി ആയിട്ട് ഇവരുടെ പാരന്റ് കമ്പനിയായിട്ടുള്ള സൗത്ത് കൊറിയൻ പാരന്റിന് കൊടുക്കേണ്ടതായിട്ടുള്ളത്. എത്ര കോടിയുടെ സെയിൽസ് ഉണ്ടാക്കിയാലും അതിൻ്റെ 1.9% സൗത്ത് കൊറിയൻ കമ്പനിക്ക് ഇവർ റോയൽറ്റി ഇനത്തിൽ വർഷാവർഷം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ കമ്പനിയുടെ കാര്യം എന്ന് പറയുന്നത്. കാരണം LG ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം LG ബ്രാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ബ്രാൻഡാണ്. സോ ഇതിൻ്റെ IPO റിവ്യൂ, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങളും മറ്റും രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഒരാളിലേക്കെങ്കിലും വീഡിയോ പുതുതായിട്ട് എത്തിച്ചു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം നമ്മൾ IPO ഒക്കെ റിവ്യൂ ചെയ്ത് കാണുമ്പോൾ വളരെ കുറവ് വീഡിയോസ്. കഴിഞ്ഞ ടാറ്റ ക്യാപിറ്റലിൻ്റെ IPO ഏകദേശം ഒരു 4,000 ആൾക്കാർ കണ്ടിട്ടുണ്ട്. സോ നമ്മൾ ചെയ്യുന്നതിന് നിങ്ങൾ ഒരു ലൈക്കും ഷെയറൊക്കെ തരുമ്പോഴാണ് നമുക്കൊരു ഉഷാറാക്കുന്നത്. ഓക്കെ. ഇതിന് പുറമെ നമ്മുടെ അഡ്വൈസറി സർവീസുകൾ എടുക്കുന്നതിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. വളരെ ടെർബുലൻ്റ് ആയിട്ടുള്ള മാർക്കറ്റാണ്. നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അഡ്വൈസസും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ട് വളരെ കോൺഫിഡൻസോടുകൂടി ഇൻവെസ്റ്റേഴ്സിനെ മുന്നോട്ട് നയിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ കമ്പനിയുടെ പ്രൊഡക്ഷനെ കുറിച്ച് പറയുന്ന സമയത്ത് 2 മാനുഫാക്ചറിങ് പ്ലാന്റുകളാണ് LGക്ക് ഇന്ത്യയിലുള്ളത്. ഒന്ന് നോയിഡയിലാണ്, ഒന്ന് പൂനെയിലാണ്. ഈ 2 പ്ലാന്റുകളും കപ്പാസിറ്റിയുടെ ഏകദേശം 84% ഇപ്പം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
Q1 2026 ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് ആ ഒരു 86% കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ നടത്തിയതായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ 2026 ഫസ്റ്റ് ക്വാർട്ടറിൽ ഇവരുടെ തേർഡ് പ്ലാന്റ് ആന്ധ്രാപ്രദേശിൽ ഏകദേശം 5001 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. അത് 2027 മാർച്ചോടുകൂടി ഓപ്പറേഷൻ വരും എന്നാണ് പറയുന്നത്. സോ മാത്രമല്ല ഇവർ ബ്രൗൺഫീൽഡ് എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്, അതായത് പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. അതിന് ഏകദേശം ഒരു 157 കോടി രൂപയുടെ ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ് കാണിക്കുന്നുണ്ട്, അതായത് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന രീതിയിലാണ്. ഇത് 30 ജൂണിന് 2025 അവസാനിച്ച ആ ക്വാർട്ടറിലാണ് ഇതിൻ്റെ വിസിബിലിറ്റി കാണിക്കുന്നത്, ഗ്രോത്ത് വിസിബിലിറ്റി കാണിക്കുന്നത്. അപ്പോൾ തന്നെ കെപെക്സ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തമായിട്ടുള്ള കപ്പാസിറ്റി എക്സ്പാൻഷനുള്ള പൈസ കമ്പനിയിൽ നിന്ന് തന്നെയാണ് ഫണ്ട് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ കയ്യിൽ ക്യാഷായിട്ട് തന്നെ പൈസയുണ്ട്, അതായത് 4575 രൂപ കമ്പനിയുടെ കയ്യിൽ 4575 കോടി രൂപ കമ്പനിയുടെ കയ്യിൽ ക്യാഷായിട്ടുണ്ട്. അതായത് ഒരു ഷെയറിന് മുകളിൽ ഏകദേശം 67 രൂപ നീക്കിയിരിപ്പുണ്ട് എന്നർത്ഥം. ഇത് 30 ജൂണിന് 2025 അവസാനിച്ച ക്വാർട്ടർ പ്രകാരമുള്ള കണക്കാണ്. ഇനി ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട്, ഈ വർഷത്തെ ആദ്യത്തെ ക്വാർട്ടർ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സമ്മർ നേരത്തെ വന്നു, അതായത് വിൻ്റർ നേരത്തെ മഴ നേരത്തെ വന്നതുകൊണ്ട് സമ്മർ സീസൺ പെട്ടെന്ന് അവസാനിച്ചു. അതുകൊണ്ട് തന്നെ ഇവരുടെ AC സെയിൽസ് വളരെ കാര്യമായിട്ട് ഈ വർഷം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ 2005 റവന്യൂ ഏകദേശം 14% വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. 24,367 കോടി രൂപയുടെ സെയിൽസാണ് കഴിഞ്ഞ വർഷം LG ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് കൺസ്യൂമർ ഡ്യൂറബിൾസ് കമ്പനി എന്ന് നമുക്ക് പറയേണ്ടി വരും സ്റ്റോക്ക് മാർക്കറ്റിൽ. 2025 ഇബിറ്റ 40% വർധനമാണ് കാണിച്ചത്, അതായത് 3110 കോടി രൂപ. അപ്പോൾ മൊത്തം ആലോചിക്കുക, 24,367 കോടി രൂപയുടെ സെയിൽസ് ഉണ്ടായപ്പോൾ ഇബിറ്റ വന്നിരിക്കുന്നത് 3110 കോടി രൂപയാണ്. അത് നോക്കുകയാണെങ്കിൽ 13% ഇബിറ്റ മാർജിനാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. 2025 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും 46% വർധനവുണ്ട്, അതായത് 2203 കോടി രൂപ. ആലോചിക്കേണ്ട കാര്യം, 24,300 കോടി രൂപയുടെ സാധനം വിറ്റപ്പോൾ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് കമ്പനിക്ക് ഏകദേശം 2203 കോടി രൂപ കയ്യിൽ ക്യാഷായിട്ട് വന്നു. അതായത് 9% നെറ്റ് മാർജിനാണ് കമ്പനിക്ക് ഉള്ളത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മൺസൂൺ നേരത്തെ വന്നതുകൊണ്ട് തന്നെ Q1 സെയിൽസ് സമ്മർ സീസൺ വളരെ കാര്യമായിട്ട് ഈ കമ്പനിക്ക് എഫക്റ്റ് ആയിട്ടുണ്ട്. അത് അക്രോസ് ദ ഇൻഡസ്ട്രി എന്ന് പറയാം, എല്ലാ ഫേമിനും പറ്റിയിട്ടുണ്ട്. ആംബറും അതുപോലെ തന്നെ ഡിക്സണും ഒക്കെ പറ്റിയിട്ടുണ്ട്. LG യുടെ റവന്യൂവിൽ 2% ഡ്രോപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇയർ ഓൺ ഇയറിൽ. 6,263 കോടി രൂപയുടെ സെയിൽസാണ് ഫസ്റ്റ് ക്വാർട്ടറിൽ വന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും 24% കുറവ് വന്നിട്ടുണ്ട്, 513 കോടി രൂപ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 8.2% മാർജിൻ കുറഞ്ഞിട്ടുണ്ട്. EPS, അതായത് ഒരു ഷെയറിന് മുകളിൽ Q1 മാത്രം 7 രൂപ 60 പൈസയാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം ഇതേ സമയം 10 രൂപ ഒരു ഷെയറിന് ഉണ്ടാക്കിയ സമയത്താണ് ഇപ്പോൾ 7 രൂപ 60 പൈസയായിട്ട് കുറഞ്ഞിരിക്കുന്നത്. 2025 ഏർണിംഗ് പെർ ഷെയർ ഒരു ഷെയറിന് മുകളിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മൊത്തം ഏർണിങ്സ് നോക്കുകയാണെങ്കിൽ ഒരു ഷെയറിന് മുകളിൽ 32.5 രൂപ 32.5 റുപ്പീസാണ് EPS ആയിട്ട് കമ്പനി ഏൺ ചെയ്തത്. അതായത് 679 കോടി രൂപയുടെ ഇക്വിറ്റി ബേസ് ആണ് കമ്പനിക്കുള്ളത്. ഒരു ഷെയറിന് ഫേസ് വാല്യൂ 10 രൂപയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ 6,484 കോടി രൂപയാണ്. കമ്പനിയുടെ ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റാണ്, കടം കമ്പനിക്കില്ല. ഇനി പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 77,380 കോടി രൂപയാണ് കമ്പനിക്ക്. എൻ്റർപ്രൈസസ് വാല്യൂ നോക്കിക്കഴിഞ്ഞാലും 72,800 കോടി രൂപയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ റവന്യൂ മൾട്ടിപ്പിൾസ് ഏകദേശം 3x പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസ് 35x പ്രൈസ് ചെയ്തിരിക്കുന്നത് ഹിസ്റ്റോറിക് ബേസിൽ. അതൊരു വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി, കാരണം 8% നെറ്റ് മാർജിനുള്ള ബിസിനസ്സാണ്, 37% റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉള്ള ഒരു ബിസിനസ്സാണിത്. മാത്രമല്ല ഇവരുടെ മറ്റു കമ്പാരിസൺ നോക്കുന്ന സമയത്ത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് വോൾട്ടാസ് ഉണ്ട്, പിന്നെ ഒന്ന് വേർപൂളാണ്, ബ്ലൂ സ്റ്റാർ, IFB, ഇവരൊക്കെയാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ ഇവരൊക്കെയാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവരുടെയൊക്കെ PE അറൗണ്ട് 48 മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഇവരുടെ ഡിസ്പൈറ്റ് എന്താ പറയണ്ടത്, അവരെക്കാളൊക്കെ മീൻസ് LGയേക്കാളൊക്കെ സെയിൽസ് കുറവായിട്ടുള്ള കമ്പനികളാണ്. മിഡ് സൈസ് സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് മാത്രമാണ് ഉള്ളത്, മാർജിനും കുറവാണ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി കുറവായിട്ടുള്ള കമ്പനികൾ പോലും പ്രൈസ് ടു ഏർണിങ്സ് 48 മുകളിൽ ട്രേഡ് ചെയ്യുന്നു. അതേസമയം 2001 ഈ വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് ഫിനാൻഷ്യൽസ് കുറച്ചുകൂടി ഡ്രോപ്പ് ആയിട്ടുണ്ട്, കാരണം GST കട്ട്സും കാര്യങ്ങളൊക്കെ, ഹെൽത്തി മൺസൂൺസൊക്കെ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. സോ കൺസ്യൂമർ ഡ്യൂറബിൾസിൻ്റെ അടുത്ത ക്വാർട്ടറുകളിലുള്ള GST കട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് ക്വാർട്ടർ മുതൽ ഫെസ്റ്റിവൽ സീസണിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സെയിൽസ് അനൗൺസ് ചെയ്യുന്നത് തന്നെയാണ് വിചാരിക്കുന്നത്.
സോ 2026 എസ്റ്റിമേഷൻ കുറച്ചുകൂടി കമ്പനി പോസിറ്റീവായിട്ട് വിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഡൊമസ്റ്റിക് ലീഡർ എന്ന സ്ഥലേക്ക് കമ്പനിക്ക് ഈ ഒരു വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് കൊണ്ട് കാര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. സോ ഓൾ ടുഗെദർ ഡിസിഷനിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, കാരണം നമ്മുടെ കാര്യങ്ങൾ പറയാൻ നമ്മൾ ഈ ഒരു ചാനൽ മാത്രമേ ഉള്ളൂ. സോ താല്പര്യമുള്ളവർക്ക് നമ്മുടെ അഡ്വൈസറി സർവീസുകൾ എടുക്കാവുന്നതാണ്. നമുക്ക് ടെലിഗ്രാം ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. നമ്മൾ സെബി രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. സ്വിംഗ് സ്കിങ് ഉണ്ട്, അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, മാർക്കറ്റ് മാഗ്നറ്റ് ഉണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓപ്ഷൻസ്. ഓക്കെ, അപ്പം എൻ്റെ ഒരു ഡിസിഷൻ LG ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചിട്ട് IPO എന്ന് പറയുന്നത് ഒരു അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം ഫണ്ടമെൻറ്റൽസ് വളരെ സ്ട്രോങ് ആണ്. പ്രൈസിങ്ങും വളരെ അഗ്രസീവായിട്ടുള്ളൊരു പ്രൈസിങ് ആയിട്ട് തോന്നുന്നില്ല. സോ കുറച്ചുകൂടി പ്രൈസ് കസ്റ്റമേഴ്സിന് ബാക്കി വെച്ചിട്ടുണ്ട് പ്രൈസ് ചെയ്യുന്ന സമയത്ത്. സോ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനോ അല്ലെങ്കിൽ വരുന്ന സമയങ്ങളിൽ ഈ ഒരു GST കട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വരുന്ന ക്വാർട്ടറുകളിൽ പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. സോ എൻ്റെ ഒരു ഇത് അപ്ലൈ ചെയ്യാൻ മടിക്കേണ്ട ആവശ്യമില്ല, അപ്ലൈ ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ LGയെ വിലയിരുത്തുന്നത്. ഏതായാലും നോക്കാം നമുക്ക് എന്താവും എന്നുള്ളത്. അപ്പം നാളെ മുതൽ ഓപ്പൺ ആവും. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതെൻ്റെ തീർച്ചയായിട്ടും എൻ്റെ മാത്രമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വേർഷൻ ഉണ്ടാവും, നിങ്ങളുടേതായിട്ടുള്ള രീതികളുണ്ടാവും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നിങ്ങൾ അനാലിസിസ് നടത്തുക. എപ്പോഴും ഓർമ്മിക്കുക, നിക്ഷേപ സാധ്യതകൾ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിലെ നഷ്ടസാധ്യതകൾക്ക് കൂടി വിലയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തിട്ട് വേണം നിങ്ങൾ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.